എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിലവ് നമുക്ക് തുടങ്ങാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഉഴുന്നാണ്. അത് ഏകദേശം 1.5 ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഏകദേശം 4 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉഴുന്നുവട ഉണ്ടാക്കാൻ എടുക്കുക. അപ്പം നല്ല സോഫ്റ്റും മൃദുവുമായ ഉഴുന്നുവട നമുക്ക് കിട്ടും. ഉഴുന്നിതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പല തവണകളായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇവിടെ ഏകദേശം ഞാൻ 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത്. മാവ് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയ തരികളോടുകൂടി വേണം അരച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇത് എത്ര ഇളക്കുന്നോ അത്ര നല്ലത്, ഒരു ക്രിസ്പി ടെക്സ്ചർ കിട്ടും. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു സവോള ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത് ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് നമുക്ക് ആവശ്യത്തിന്, പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമല്ലേ, ഇനി എങ്ങനെ ഷേപ്പാക്കിയെടുക്കുക ഉഴുന്നുവടയെന്ന്. അതിനൊരു പരിഹാരമാണ് ഈ സ്ട്രെയിനർ ഉപയോഗിച്ച്, അതായത് ചായയൊക്കെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന സ്ട്രെയിനർ ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഷേപ്പാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ മതി. ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല. നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉഴുന്നുവടയുടെ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ കിട്ടും. നമ്മൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുക. അല്ലെ ഉള്ളു വേഗം ഭയങ്കര താമസമായിരിക്കും, അല്ലെ ഉള്ളു വേഗാതിരിക്കും. അതുകൊണ്ട് ചെറിയ രീതിയിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ. നമ്മുടെ സ്വാദിഷ്ടമായ ക്രിസ്പി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഉള്ളിവട കുറച്ച് സാമ്പാറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്നിയുടെ കൂട്ടത്തിലോ കൂടെ കഴിച്ചാൽ നല്ലതായിരിക്കും. ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ടെക്സ്ചറും കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. പുതിയ റെസിപ്പീസിന് വേണ്ടി താങ്ക് യു ഫോർ വാച്ചിങ്.